അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു മിറർ ക്യൂബ് എടുത്തിട്ടുണ്ട്. മിറർ ക്യൂബ് പല രീതിയിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ മിറർ ക്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ കളേഴ്സ് ടൈപ്പ് ആണ്. അതായത് സാധാരണ റുബിക്സ് ക്യൂബ് പോലെ എല്ലാ കളറും, അതായത് 6 കളറും അവൈലബിൾ ആയിരിക്കും. സാധാരണ നമ്മളെ മിറർ ക്യൂബ് എന്ന് പറയുന്നത് ഒറ്റ കളർ ക്യൂബ് ആയിരിക്കും, അതായത് ഒരു കളറും ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് 3x3 നമ്മൾ സോൾവ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കിയില്ല ചെയ്യുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. ഇതിന്റെ കളേഴ്സ് കൂടി മാച്ച് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് മിറർ ക്യൂബിൽ എത്രയും എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂബാണ് ഇത്. അപ്പോൾ ഇതിന്റെ കട്ടിങ് തന്നെ നിങ്ങൾ നോക്കിയാൽ അതായത് പല ഷേപ്പിലാണ് വരുന്നത്. അതായത് ഒരു ലെയർ, 2 ലെയർ, 3 ലെയർ. ഓക്കെ, താഴെയുള്ള വലിയ ലെയർ, സെൻറ്ററിൽ ഒരു മീഡിയം സൈസ്, പിന്നെ അതിന്റെ മുകളിൽ ഒന്ന്. ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്യാം. അപ്പോൾ ഇതിന്റെ കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ടാവും. കൂടെ ഇതിന്റെ ഷേപ്പും കൂടി വ്യത്യാസം വരുന്നതിനോട് വളരെ ഡിഫറെന്റ് ആയിരിക്കും മിറർ ക്യൂബ് സോൾവ് ചെയ്യുന്നത് വളരെ ത്രില്ലിംഗ് ആയ ഒരു കാര്യമാണ്. ചില സമയത്തൊക്കെ നമുക്ക് മൂവ്മെന്റ്സ് നമ്മൾ ചെയ്യുന്ന ചിലപ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ ഈ ക്യൂബ് ഞാൻ ക്യൂബിലിയോ ഒന്ന് വാങ്ങിച്ചതാണ്. ഇതിന്റെ ഡീറ്റെയിൽസും അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്യാനുള്ളവരൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അത്യാവശ്യം സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട്. ക്യൂബ് കുറച്ച് ലൂസുള്ള ടൈപ്പാണ്. ഇതാ കുറച്ച് പ്ലേ ഉണ്ട്, കണ്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ 3x3 ചെയ്ത് പഠിച്ച പോലെ തന്നെ 3x3 നമ്മൾ എന്താണ് ചെയ്തത്, യെല്ലോ. ഇപ്പം നമ്മൾ ഈ ഒരു ഷേപ്പ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മിറർ ക്യൂബാണ്, ഷേപ്പിലാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. പക്ഷേ കളേഴ്സ് ഉള്ളതിനോട് നമുക്ക് എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, 3x3 ക്യൂബിൽ നമ്മൾ യെല്ലോന് ചുറ്റും 4 വൈറ്റ് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പം നമുക്ക് ഇവിടെ ഒരു യെല്ലോ കിട്ടിയിട്ടുണ്ട്. ഈ യെല്ലോന് ചുറ്റും നമ്മൾ വൈറ്റ് കൊണ്ടുവരിക. അപ്പം ഈ ഹൈറ്റ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അത് നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ വൈറ്റ് ആയിട്ട് മാച്ച് ചെയ്യും. അപ്പം നിങ്ങൾ കളേഴ്സ് മാത്രം നോക്കുക. ഈ ഹൈറ്റ് ഡിഫറൻസ് സ്റ്റാർട്ടിങ്ങിൽ നോക്കണ്ട. അപ്പം ഇനി ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ഈ വൈറ്റ് ഇനി മുകളിൽ കൊണ്ടുവന്നു. ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ഇതിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു വൈറ്റിനെ മുകളിലേക്ക് കൊണ്ടുവന്നു. ഇനി ഈ വൈറ്റിനെ മുകളിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം നമ്മുടെ യെല്ലോ സെൻറ്ററിൽ കിടക്കുന്നുണ്ട്. അതിന് ചുറ്റും 4 വൈറ്റ് കൊണ്ടുവന്നു. എന്നിട്ട് അതിൻ്റെ ഓരോ വൈറ്റും നമ്മൾ നോക്കുക. ആ ആദ്യത്തെ ഒരു വൈറ്റിൻ്റെ കളർ എന്ന് പറയുന്നത് ഓറഞ്ചാണ്. ഓറഞ്ച് നമ്മുടെ ഈ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യിക്കുക. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ട് സെൻറ്ററുമായിട്ട് മാച്ചായേ. ഓക്കെ, ആ മാച്ച് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്, 2 ടൈംസ് നമ്മൾ 3x3 ചെയ്ത പോലെ 1 2 ആ മുകളിലുള്ള വൈറ്റ് ഇവിടെ മാച്ചായി വരും. താഴെയുള്ള വൈറ്റ് ഇതിൻ്റെ ഷേപ്പും മാച്ചാണ്, കളറും മാച്ചാണ്. ഇനി മുകളിലുള്ള നമുക്ക് 3 വൈറ്റാണ്. അതിലടുത്ത വൈറ്റ് എടുക്കുന്നു. അതിൻ്റെ കളർ എന്താ ഉള്ളത്, റെഡാണ്. റെഡും നമ്മൾ ഇതേപോലെ തിരിച്ച് നോക്കുക. ഇടത്തോട്ടാണോ വലത്തോട്ടോ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മാച്ച് ചെയ്ത് നോക്കി, അല്ല. ഇതും മാച്ച് ചെയ്ത് നോക്കി, അല്ല. ഇത് മാച്ച് ചെയ്ത്, അപ്പം ഷേപ്പും ശരിയാണ്, കളറും ശരിയാണ്. ഓക്കെ, അപ്പോൾ മാച്ച് ആയതിനു ശേഷം നമ്മൾ എന്താ ചെയ്യുക, 1 2 നേരെ താഴോട്ട് കൊണ്ടുവന്നു. പിന്നെ നമ്മൾ മുകളിലാക്കി പിടിക്കുന്നു. മുകളിൽ അടുത്ത വൈറ്റ് നമ്മൾ എടുക്കുന്നു. ഇതിൻ്റെ വൈറ്റ് കോമ്പിനേഷൻ ഗ്രീനാണ്. ഗ്രീനും സെൻറ്ററും മാച്ചായി കിടക്കുകയാണ്. ഇനി അഥവാ ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഗ്രീൻ ആവുന്നവരെ തിരിച്ച് മാച്ച് ചെയ്യിക്കുക. മാച്ച് ചെയ്തതിന് ശേഷം 1 2. ഓക്കെ, ഇനി നമുക്ക് ഒരു വൈറ്റും കൂടി ഉണ്ട്. അപ്പോൾ ഈ വൈറ്റിൻ്റെ കോമ്പിനേഷൻ കളർ എന്നാൽ ബ്ലൂ ആണ്. എന്താ ബ്ലൂവും നമ്മൾ മാച്ച് ചെയ്തു. അതിനുശേഷം 1 2. ഓക്കെ, അപ്പോൾ താഴെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്ലസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഡിഫറൻസ് കാരണം നമുക്കൊരു ഈ ഒരു ഷേപ്പിൽ ഒരു ടി ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുന്നു. ഇത് ഇവിടെയുള്ള വൈറ്റ് ഇതെല്ലാം സോൾവ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഷേപ്പ് വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, വേറെ സ്ഥലത്താണ് വരിക. അപ്പോൾ ഇങ്ങനെ ആയതിനു ശേഷം സാധാരണ നമ്മൾ വീണ്ടും യെല്ലോ ടോപ്പാക്കിയിട്ടാണ് ചെയ്യാറ്. പക്ഷേ നമുക്ക് എളുപ്പത്തിൽ പരിപാടി നേരെ ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ തിരിച്ചു വെച്ചതിന് ശേഷം ഇനി നമുക്ക് 1 2 3 4 കോയിൻസ്, 4 സൈഡാണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. ഈ സൈഡിലുള്ള കോമൺ കളർ ഏതാ, വൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ വൈറ്റ് കളറുള്ളതിനെ നമ്മൾ നോക്കുക. എന്താ ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ കളർ എന്താ,
ബ്ലൂവും റെഡും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബ്ലൂവും റെഡും ഉള്ള കോർണറിലേക്ക് ഇതിനെ കൊണ്ടുപോവുക. ഇവിടെ ബ്ലൂവും റെഡും ഉണ്ട്, അപ്പോൾ ആ കോർണറിലേക്ക് കൊണ്ടുപോയി താഴെ കൊണ്ടുവച്ചു. അതായത് ബ്ലൂ ഇവിടെ, റെഡ് ഇവിടെ, വൈറ്റ് ഇവിടെ. അപ്പോൾ വൈറ്റ്, ബ്ലൂ, റെഡ് നമ്മൾ പീസ് അതിൻ്റെ തൊട്ട് താഴെ കൊണ്ടുവച്ചിട്ട് ആർ ഡി ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിലെത്തി. ഇപ്പോൾ വൈറ്റ് നമുക്ക് സോൾവ് ആയി കിട്ടി. അതിനുശേഷം താഴെ വൈറ്റ് ഉള്ളത് ഇതാ, വൈറ്റിൻ്റെ കോമ്പിനേഷൻ കളർ എന്താ ഉള്ളത്, റെഡും ഗ്രീനും. അപ്പോൾ ആ ഒരു പീസും നമ്മൾ എന്ത് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തിട്ട് റെഡും ഗ്രീനും ഉള്ള സ്ഥലത്ത് കൊണ്ടുവച്ച്, അതായത് ഇവിടെ റെഡ് ഉണ്ട്, ഇവിടെ ഗ്രീൻ ഉണ്ട്. അപ്പം നമ്മൾ അത് അവിടെ കൊണ്ടുവച്ച് എന്നിട്ട് ആർ ഡി ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് മാച്ചായി കിട്ടി. ഓക്കെ. അതിനുശേഷം വീണ്ടും ഇവിടെ താഴെ വൈറ്റ് ഉണ്ട്, വൈറ്റിൻ്റെ കോമ്പിനേഷൻ കളർ ഗ്രീനും ഓറഞ്ചും ആണ്. ഇവിടെ ഗ്രീനും ഉണ്ട്, ഓറഞ്ചും ഉണ്ട്. അതിനെ നേരെ താഴെ കൊണ്ടുവച്ചു. അപ്പോൾ ഈ താഴെ കൊണ്ടുവെക്കുന്നത് എന്തിനാ, ഇത് ഇവിടെ ആയിരിക്കും വരും. അതിനെന്താ ചെയ്യേണ്ടത്, ആർ ഡി ചെയ്ത് വയ്ക്കുമ്പോൾ ഒന്ന് ട്വിസ്റ്റ് ആവണം, ഇത് ശരിക്കല്ല വന്നു. അപ്പോൾ ഒന്നും കൂടി ആർ ഡി ഒന്നും കൂടി ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമ്മളൊരു 6 പ്രാവശ്യങ്ങളൊക്കെ ചില സമയത്ത് ചെയ്യേണ്ടി വരും കേട്ടോ. ഇതിൻ്റെ ഷേപ്പ് മാറി മാറി വരുന്നതിനോടാണ്. അപ്പോൾ ആർ ഡി ഫുള്ളായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ഇപ്പോൾ 3-4 പ്രാവശ്യം ചെയ്തപ്പോൾ അതും സോൾവ് ആയി. ഇനി വൈറ്റുള്ള പീസ് അവിടെ താഴെ ഉണ്ട്. ഇനി ഇവിടെ വൈറ്റ് വരാനുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ നേരെ താഴെ ലെയറിനെ കൊണ്ടുവെക്കുക. എന്നിട്ട് ആർ ഡി ചെയ്തു. വീണ്ടും ആർ ഡി ചെയ്തു, ശരിയായില്ല. ആർ ചെയ്തപ്പോഴേക്ക് തന്നെ സോൾവ് ആയി. ഇപ്പം നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ഒരു ലെയർ നിങ്ങൾക്ക് സോൾവ് ആയി കിട്ടി. ഓക്കെ. ഇതിന് ശേഷം നിങ്ങൾ നേരെ ട്വിസ്റ്റ് ചെയ്ത് നേരെ മേലോട്ട് തന്നെ പിടിക്കുക, യെല്ലോ മുകളിലാക്കി പിടിക്കുക. എന്നിട്ട് നമുക്ക് സെൻറ്ററും മാച്ചായി, ഫസ്റ്റ് ലെയർ മാച്ചായി. ഇനി നമുക്ക് ഈ 4 പീസുകൾ അല്ലേ, സൈഡ് പീസുകൾ നമുക്ക് മാച്ച് ആവണം. അപ്പോൾ 3x3 ക്യൂബിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ മുകളിൽ 1 2 3 4 പീസുകൾ നോക്കുക. അതിൽ യെല്ലോ ഇല്ലാത്ത, ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെയും യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഇല്ല, ഇവിടെ യെല്ലോ ഇല്ല. അപ്പോൾ ഈ 2 ഏതെങ്കിലും ഒന്ന് എടുക്കുക. ഇതെടുക്കാം നമുക്ക്, ബ്ലൂവും ഓറഞ്ചും. അപ്പോൾ ഈ ഒരു പീസ് എവിടെയാണ് പോവാന്ന് നോക്കാൻ എളുപ്പത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഫേസ് ഉള്ള കളർ ബ്ലൂ അല്ലേ, അത് ബ്ലൂ ആയിട്ട് മാച്ച് വെക്കുക. വേണ്ട, മാച്ച് ചെയ്ത് വെച്ച്. ഇനി ഈ ഓറഞ്ച് റൈറ്റിലാണോ ലെഫ്റ്റിലേക്കാണോ പോകേണ്ടത്, അവിടെ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു പീസ് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മാച്ചായി കിടക്കും. പക്ഷേ നമുക്ക് ബാക്കിയുള്ളതൊക്കെ മിസ്സാവും. അപ്പോൾ ഇതിനെ ഇവിടേക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സിമ്പിൾ ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3x3 ക്യൂബിലൊക്കെ പറഞ്ഞിട്ട് ഇത് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ഇതിനൊന്ന് മാറ്റി നിർത്തുന്നു, മുകളിലേക്ക് തിരിക്കുന്നു, ഇതിനെ വീണ്ടും തിരിക്കുന്നു, കൊണ്ടുവന്ന് തിരിക്കുന്നു, റിട്ടേൺ തിരിക്കുന്നു, എഫ് തിരിക്കുന്നു, റിട്ടേൺ തിരിക്കുന്നു. അപ്പോൾ എന്തായി, ആ മുകളിലുണ്ടായിരുന്ന പീസ് ഇവിടെ ക്ലിയർ ആയിട്ട് സോൾവ് ആയി. ഓക്കെ. ഇനി മുകളിൽ യെല്ലോ ഇല്ലാത്ത 1 2 3 4 പീസുകളിൽ യെല്ലോ ഇല്ലാത്ത പീസ് നോക്കുക. ഇവിടെ യെല്ലോ ഉണ്ട് കോമ്പിനേഷനായിട്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെയും യെല്ലോ ഉണ്ട്, ഇവിടെ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ ആവാത്തത്. അപ്പോൾ ഇതിൻ്റെ കളർ നോക്കുക, റെഡ് ഗ്രീന്. അപ്പോൾ ആ റെഡും ഗ്രീനും നമ്മൾ തിരിച്ച് കൊണ്ടുവന്ന് സെൻറ്ററായിട്ട് മാച്ച് ചെയ്ത് നോക്കുക. ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്. ഓക്കെ. ഇത് സെൻറ്ററായിട്ട് മാച്ച് ചെയ്യുക. അപ്പോൾ ഈ പീസ് ലെഫ്റ്റിലോ റൈറ്റിലോ ആയിരിക്കും വരിക. ഇവിടെ എന്താ കളർ നോക്കുക, ഗ്രീനാണ്. ഗ്രീൻ എവിടെയാണ്, റൈറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പീസ് ഇവിടേക്കാണ് വരേണ്ടത്. ഈ പീസ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അതിനെ ഓപ്പോസിറ്റ് മിതിച്ച് വെച്ചിട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ പീസും ഗ്രീനും റെഡും ഉള്ള പീസും നമുക്ക് ഇവിടെ കിട്ടി. ഇനി മുകളിൽ വീണ്ടും നോക്കുക, യെല്ലോ ഇല്ലാത്ത കളർ ഇതാ, റെഡും ബ്ലൂവും നമ്മൾ മാച്ച് ചെയ്യിക്കുന്നു. ഏകദേശം ഈ പീസ് ഇങ്ങോട്ടാണോ റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ, അതവിടെ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ലെഫ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് തിരിച്ചിട്ട് അപ്പം ആ ഒരു പീസും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ഇനി ടോപ്പിൽ യെല്ലോ ഇല്ലാത്ത, ഇതിൽ യെല്ലോ ഉണ്ട്, ഇതിൽ യെല്ലോ ഉണ്ട്, ഇതിൽ യെല്ലോ ഇല്ല അല്ലേ, അതും സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യിക്കുക. ഇത് സെൻറ്റർ മാച്ച് ചെയ്തതിനു ശേഷം ഈ പീസ് അതിനെ ഇവിടേക്കാണോ പോകേണ്ടത് നോക്കുക. ഇത് ഈ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇത് ഈ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്
ഇപ്പം നമുക്ക് ഫസ്റ്റ് 2 ലെയർ മൊത്തമായിട്ട് സോൾവ് ആയി കിട്ടി. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് മുകളിലാണ്. മുകളിൽ നമുക്ക് യെല്ലോൻ്റെ ഒരു പ്ലസ് ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ഒരു പോയിന്റ് ആണെങ്കിൽ അതിനെ ഒരു എൽ ഷേപ്പിൽ സോൾവോ, അതിനുശേഷം അങ്ങനെ ഒരു ലൈന് വരും, അതിനുശേഷം ആ ലൈന് പ്ലസ് ആവും. അപ്പോൾ എല്ലാത്തിനും ഒരേ ഇക്വേഷനാണ്. ആ യു ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് ചെയ്ത് എഫ് ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൈനസ് നമുക്ക് എന്തായി പ്ലസ് ആയി. അപ്പോൾ ഈ കോർണർ പീസ് നിങ്ങൾ നോക്കണ്ട, ഇത് പ്ലസ് ആയി. പക്ഷെ ഈ പ്ലസ് ഇത് ഷേപ്പിലല്ല, ഇതിന്റെ ബ്ലൂവും വെച്ച് നോക്കുക. മാച്ചായി, സെയിം ആയി. ഇതാ സെന്റർ ഇത് മാച്ചായി കിടക്കുകയാണ്, ഇവിടെയും മാച്ചായി കിടക്കുകയാണ്, ഇവിടെയും മാച്ചായി കിടക്കുകയാണ്, ഇവിടെയും മാച്ചായി. ഇനി നിങ്ങളിത് ചെയ്യുമ്പോൾ മാച്ച് ആയിട്ടില്ലെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ യെല്ലോ കിട്ടിയതിന് ശേഷം ഇതിന്റെ സെന്റർ കളർ മാച്ച്, ഗ്രീൻ മാച്ചാണ്, ഇവിടെ റെഡ് മാച്ചല്ല, ഇത് മാച്ചല്ല, ഇവിടെയും മാച്ചല്ല. നിങ്ങൾ ഒന്നും കൂടി പൊസിഷൻ മാറ്റി വെക്കുക. ഇത് മാച്ചാണ്, ഇത് മാച്ചാണ്, ഇത് രണ്ടും മാച്ചല്ല. അപ്പോൾ ഇങ്ങനത്തെ പൊസിഷനിൽ നേരത്തെ ഞാൻ ചെയ്ത ഇക്വേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിനെ റൈറ്റിലും ബാക്കിലും ആക്കി പിടിച്ചിട്ട് ആർ യു ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആർ യു ടു ആർ ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ട്വിസ്റ്റ് ആവും. ഒന്നുകൂടി തിരിക്കുക യു. അപ്പോൾ എന്തായി, സെൻറ്റർ തമ്മിൽ മാച്ചായി. കണ്ടോ, പ്ലസ് ക്രിയേറ്റ് ചെയ്തു നമ്മൾ, അതിനുശേഷം സെൻറ്റർ മാച്ച് ചെയ്തിച്ചു. ഇനി നമുക്ക് ഈ 4 പീസുകൾ മാത്രം സോൾവ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതിൽ ഈ 4 പീസ് സോൾവ് ചെയ്യാൻ 2 പോയിന്റ് ഉണ്ട്. ഇത് അവിടെ തന്നെയാണോ വരേണ്ടത് നോക്കാം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. മുകളിൽ യെല്ലോ ആണ്, ഗ്രീൻ ആണ്, റെഡ് ആണ്. ഇപ്പോൾ ഈ പീസിന്റെ കളർ നോക്ക്, യെല്ലോ ആണ്, റെഡ് ആണ്, ഗ്രീൻ. അപ്പോൾ ഈ പീസ് ഇവിടെ തന്നെയാണ് വരേണ്ടത്, പക്ഷേ ട്വിസ്റ്റ് ആയിട്ട് വരണം. അടുത്തൊരു പീസ് നോക്ക്, ഇത് ഇവിടെയാണോ വരേണ്ടത്? അല്ല, ഓറഞ്ച് ഇവിടെയും മുകളിലും ഇല്ല. അപ്പോൾ ഇത് തെറ്റാ. ഇതും ഗ്രീനാണുള്ളത്, ഇത് ഇവിടെയല്ല വരേണ്ടത്. അപ്പോൾ എന്താ, ഇതല്ല വേണ്ടത്, വ്യത്യസ്തം. അപ്പോൾ ആകെ ഒന്ന് സോൾവ് ആയി കിടക്കുന്നത് ഏതാ? ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സോൾവ് ആയി കിടക്കുന്നതിനെ റൈറ്റ് സൈഡിൽ കോർണറിൽ ടോപ്പിൽ വെച്ചിട്ട് നിങ്ങൾ ഒരു ഇക്വേഷൻ ചെയ്യുക. യു ആർ ഇൻവേഴ്സ്. ഇപ്പം ചെയ്യുമ്പോൾ എന്തായി, ഈ ഒരു പീസ് ഇവിടെ തന്നെയാണ് വരേണ്ടത്, ഈ പീസും മാറിയില്ല, ഈ പീസും മാറി, ഈ പീസ് ഇവിടെ തന്നെയാണ് വരേണ്ടത്, ഈ ഒരു പീസും മാറിയില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് ഇവിടെ തന്നെയാണ്, അല്ല സോറി, ഇത് ഇവിടെ തന്നെയാണ് വരേണ്ടത്. അതിനെ വീണ്ടും റൈറ്റ് സൈഡിൽ വെച്ചിട്ട് ഓക്കെ. ഇപ്പം ഇത് ഇവിടെ തന്നെയാണ് വരേണ്ടത്, ഈ ഒരു പീസ് ഇവിടെ തന്നെയാണ് വരേണ്ടത്, ഈ ഒരു പീസും ഇവിടെ തന്നെയാണ് വരേണ്ടത്, ഈ ഒരു പീസും ഇവിടെ തന്നെയാണ്. പക്ഷേ ഇതിന്റെ ഷേപ്പൊക്കെ മാറിക്കിടക്കാന്നുള്ളൂ. പക്ഷേ ഇത് ഇവിടെ തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട ഈ 4 കോർണേഴ്സുകൾ സേവ് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തു വെച്ചതിന് ശേഷം നിങ്ങൾ ആർ ഡി ചെയ്യുക, വീണ്ടും ആർ ഡി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിൽ യെല്ലോ മാച്ചായി കിട്ടി. അങ്ങനെ മാച്ചായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്തത് ക്യൂബ് മൊത്തത്തിൽ തിരിക്കാതെ ഇത് മാത്രം ഒന്ന് ജസ്റ്റ് തിരിക്കുക. ആർ ഡി അപ്പോൾ ഈ ഒരു പീസും സോൾവ് ആയി കിട്ടി. ഈ 2 നമുക്ക് സോൾവ് ആയി കിട്ടി. ഇനി നമുക്ക് സോൾവ് ആവാനുള്ളത് ഇത് രണ്ടും ചെയ്യാനുള്ളത്. ഓക്കെ, ഇതും. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഇതിനെ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് ആർ ഡി അപ്പോൾ ഇത് സോൾവ് ആയില്ല. അപ്പോൾ അതിനെന്ത് ചെയ്ത് ആ ടോപ്പിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ആർ ഡി ഇപ്പോൾ സോൾവ് ആയി ഡി. ഓക്കെ, ഇപ്പം നമ്മുടെ ക്യൂബ് ഈസി ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. അപ്പം നമ്മളെ മിറർ ക്യൂബ് കളേഴ്സ് ടൈപ്പ് മിറർ ക്യൂബാണ് നമ്മൾ ഇന്നത്തെ സോൾവ് പറഞ്ഞത്.
അപ്പോൾ കൂടുതൽ ക്യൂബ് വീഡിയോ ആയിട്ട് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സന്ദർശിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.